ഒരിക്കലും യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും തിരിച്ചു വരുന്നവരെ വിശ്രമത്തിനായി ഒരിടത്ത് തങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് സഹാബാക്കളെ കാവൽക്കാരായി നിർത്തും. ഒരു മുഹാജിറായ സഹാബിയും ഒരു അൻസാരിയായ സഹാബിയുമാണ് കാവൽക്കാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമിച്ചത്. അങ്ങനെ പള്ളിയിൽ അവർ രണ്ടുപേരും നിൽക്കുകയാണ്. അങ്ങനെ ഒരു സഹാബി നമസ്കരിക്കുന്നു, മറ്റൊരു സഹാബി വിശ്രമത്തിലാണ്. അങ്ങനെ അക്രമികൾപ്പെട്ട ഒരാൾ വന്ന് നമസ്കരിക്കുന്ന സഹാബിക്കെതിരെ അമ്പുകൾ ഉതിർത്തു. സഹാബി നമസ്കാരത്തിനിടയിൽ ഓരോ അമ്പുകൾ എന്ത് ചെയ്തു? പറിച്ചു കളഞ്ഞു. ഓരോ അമ്പുകൾ പറിച്ചു കളഞ്ഞപ്പോഴും സഹാബി നമസ്കാരം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. വീണ്ടും അമ്പുകൾ ഉതിർക്കുന്ന കണ്ടപ്പോ ഈ വന്നയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ആക്രമിക്കുമെന്ന് കരുതി മഹാനായ സഹാബി നമസ്കാരം പൂർത്തീകരിച്ച് അടുത്തുള്ള സഹാബിയെ ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കണം, അമ്പുകൾ ശരീരത്തിലേക്ക് ഉതിർത്തപ്പോഴും എന്തേ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന് നമസ്കാരത്തിൽ നിന്ന് പിന്തിരിയാൻ തോന്നിയില്ല? ഈ ചോദ്യം അടുത്തുള്ള സഹാബി ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ അമ്പ് ഉതിർത്തപ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഉണർത്തിയില്ല? മഹാനായ സഹാബി പറയാണ്, ഞാൻ പാരായണം ചെയ്ത് ആ പാരായണം ചെയ്യുന്ന സൂറത്ത് പൂർത്തീകരിക്കാതെ നമസ്കാരം അവസാനിപ്പിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് സഹാബി പറയുന്നു. അവരുടെ ഖുർആനിനോടുള്ള സ്നേഹം എത്രയായിരുന്നു! സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളുടെ ജീവിതത്തിൽ ആ ഖുർആനിനെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആലോചിക്കുക, ചിന്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.